ഫ്രാൻസിസ്കോ എഡ്വേർഡ് എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഗ്രൗണ്ട് ഓർക്കിഡാണ്. എൻ്റെ വീട്ടിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് അതെങ്ങനെയാണ് നടുന്നത്, അതിൻ്റെ റീപോർട്ടിങ്, വളം, അതിൻ്റെ സൺലൈറ്റ്, വെള്ളം, അതിനെയൊക്കെ പറ്റി പൂവിടുന്നതിന് എന്തൊക്കെ ചെയ്യണം, അതൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് പൂക്കൾ കാണാം. ഇതാണ് എൻ്റെ വീട്ടിലെ ഗ്രൗണ്ട് ഓർക്കിഡ്. കണ്ടോ, എനിക്ക് ഒത്തിരി ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. റീസെറ്റ് ചെയ്തിട്ട് അധികം നാളായില്ല. എന്തായാലും ഇത്രയും പൂവൊക്കെ പിടിച്ചു, നിറച്ച് ഉണ്ടായിരുന്നു. ചട്ടിയെല്ലാം നിറഞ്ഞപ്പം ഞാൻ പിന്നെ റീപോർട്ട് ചെയ്തതാണ്. അതിലൊക്കെ ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങി. കണ്ടോ ഈ പൂക്കൾ. ഇതിന് പോട്ടിങ്ങിനുള്ള മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ മണൽ, കൊക്കോപ്പിറ്റ്, തൊണ്ട്, അങ്ങനെ ഒത്തിരി മണ്ണ് വേണ്ട. പകുതി ചട്ടിയുടെ ഒരു പകുതി ചട്ടിയിൽ മണ്ണെടുക്കുക. അത് കഴിഞ്ഞ് അത് കോക്കോപ്പിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ നമുക്ക് തടി ഇറക്കുന്ന കടയിൽ നിന്ന് കിട്ടും. ഇത്തിരി തടിയൊക്കെ കൂടെയുള്ള ഇത് അറക്കപ്പൊടി, അത് പിന്നെ ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്താണ് നമ്മൾ ഇത് റെഡിയാക്കുന്നത്. ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറക്കപ്പൊടി ഇടുമ്പോൾ അതിന് വെള്ളം ഈർപ്പമുള്ളതാവും ചട്ടി. പൂക്കൾ കുറച്ച് കുറവാണ്, കയറി വരുന്നേ ഉള്ളൂ. റീപോർട്ട് ചെയ്തേച്ച് വരുന്നതാണ്. എനിക്ക് ഒത്തിരി വെറൈറ്റി ഇല്ല, എന്നാലും ഞാൻ അത് തന്നെ. ഇനിയും എനിക്ക് മഞ്ഞയൊക്കെ ഉണ്ടായിരുന്നു, മഞ്ഞയൊക്കെ പൂവിട്ടിട്ടില്ല. ഈ നീളമുള്ള ഇതാണ് മഞ്ഞയുടേത്. പൂ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഇതിന് നല്ല വെട്ടവും നല്ല വെയിൽ കിട്ടണം. കണ്ടോ, ഇത് വെയിലത്താണ് നിൽക്കുന്നത്. വെയിലും വളവും വെള്ളവും വേണം. ഇത് മൂന്നും കൂടി ഒന്നിച്ച് കിട്ടിയാലേ അതായത് നന്നായിട്ട് പുഷ്പിക്കത്തുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം അധികം ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഓർക്കിഡിന് അതിൻ്റെ സമയത്ത് ആദ്യം നൈട്രജൻ കൂടിയ വളം കൊടുക്കുക ചെറുതായിരിക്കുമ്പോൾ. പിന്നീട് 18, 19 അങ്ങനെയുള്ളത് കൊടുക്കുക. പിന്നെ ഇവിടെ സ്ലറിയൊക്കെ ഉണ്ട്, ചാണകത്തിൻ്റെ. ആ സ്ലറി 10 ഇരട്ടി വെള്ളം ചേർത്ത് അതിനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്ത. ഇപ്പം ചട്ടിയിലധികം തൈയൊന്നും ഇല്ല. അധികം തൈ വരുമ്പോൾ ഇതിൽ ഈ സ്യൂഡോ ബൾബെല്ലാം ഇങ്ങനെ പുറത്തോട്ട് വരുന്ന അവസ്ഥ വരുമ്പോൾ നമുക്കതെല്ലാം മാറ്റി റീപോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെല്ലാം കുടഞ്ഞ് വൃത്തിയാക്കി എന്നിട്ടൊരു 2-3 തൈകൾ വെച്ച് തൊണ്ട് മടുക്കി, തൊണ്ടുള്ളപ്പം വെള്ളം നല്ലതുപോലെ ഇത് കണ്ട തൊണ്ട് വെച്ചിരിക്കുന്ന കണ്ട. മണലും കുറച്ചുകൂടി ഇടാം, അതിൻ്റെ വേരൊക്കെ അങ്ങ് ഇറങ്ങി നല്ല ഇതായിട്ട് വരാനായിട്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മിറക്കിൾ എന്നും പറഞ്ഞ ഒരു വളമുണ്ട്, അത് ഉപയോഗിക്കും. പിന്നെ ഫംഗൽ ഇൻഫെക്ഷന് ഇൻഡോഫിൽ അല്ലെങ്കിൽ സാഫ് അത് ഉപയോഗിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് കറുത്ത നിറത്തിൽ വേണ്ട, ഇതുപോലെ കറുത്ത നിറത്തിൽ. ഇത് വെയിൽ കൂടുമ്പോഴുള്ള പ്രശ്നമാണ്, വെയിൽ കൂടുമ്പോഴാണ് അത് പറിച്ച് കളയുക. എന്നാലും വെയിൽ അതിന് അത്യാവശ്യമാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജമന്തി നട്ടിട്ടുണ്ട്. കാര്യം ഈ മഞ്ഞ കെണി എന്ന് പറയത്തില്ലേ, ഈച്ചകളുടെ ശല്യം കുറയ്ക്കാനായിട്ട്. അങ്ങനെ ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി എളുപ്പമുള്ളതാണ്, ആർക്കും ചെയ്യാവുന്ന ഒരു കൃഷിയാണിത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. വിൽപ്പനയോ അങ്ങനെയൊന്നുമില്ല. രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പം റിട്ടയറൊക്കെ ചെയ്ത് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ തരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.
ബെൽ ബട്ടൺ അമർത്തണം. എന്നാലേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ബൈ.